എടാ, നീ ഇവിടെ നിൽക്കി, ഞാൻ പോയിട്ട് വരാം. ഞാൻ ഒറ്റയ്ക്കോ? എടാ പയ്യെ, ഞാൻ ഒറ്റയ്ക്കോ? അല്ലടാ, ഞാൻ നിനക്ക് വേണ്ടി 10-20 പേരെ വാടകയ്ക്ക് എടുത്തിവിടെ നിർത്താം. നിനക്ക് പൈസ ആവൂലേ? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം എൻ്റെ തെറ്റ്. ചാടല്ലേ, നിങ്ങൾ ആരാണെന്ന് ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ചാടും. ഓക്കെ. ഞാൻ ഋത്തിക് പ്രതാപ് വർമ്മ. എനിക്ക് 26 അച്ഛൻ്റെ എല്ലാ ചില്ലറ ബിസിനസ്സൊക്കെ നോക്കി നടത്തലാണ് എൻ്റെ പണി. ഇനി ഞാൻ പറയാം, ഞങ്ങൾ ട്വിൻസാണ്. മിനിറ്റുകൾക്ക് ഈ നാറിയാണ് മൂത്തത്, അതിൻ്റെ ജാടവിനുണ്ട്. ആൻഡ് എനിക്കൊരച്ഛനും അമ്മയുണ്ട്. അത് പിന്നെ ഇവിടെ ആർക്കും അറിയാത്ത കാര്യമാണല്ലോ. ഒന്ന് മിണ്ടാതിരിക്കൂ, ഞാൻ ഒന്ന് പറഞ്ഞ് തീർത്തോട്ട്. പിന്നെ ഞങ്ങൾക്കൊരു പരട്ട അനിയനും കൂടിയുണ്ട്. അവന് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണേന്ന് എനിക്കറിയാം. അല്ലെങ്കിലും പെമ്പിള്ളേരെല്ലാം അവൻ്റെ പിറകെ ആണല്ലോ. എന്നെ ആര് നോക്കാനാ? ബൈ ദ ബൈ, എൻ്റെ പേര് ഋഷി, വയസ്സ് 26, നക്ഷത്രം മൂലം. നിങ്ങൾക്ക് താല്പര്യമാണ് പറയാം. ഐ എം സ്റ്റിൽ സിംഗിളേ. ഹലോ, ഇതെന്താ മാട്രിമോണി ആഡോ? ഇനി നിങ്ങൾക്ക് വല്ലതും അറിയണമെങ്കിൽ ഈ എപ്പിസോഡിൻ്റെ അവസാനം ഇതിൻ്റെ ഓതർ കൊച്ചു വരും, അവളോട് ചോദിക്കുക. ശരിയെന്നാ, ഞാൻ എൻ്റെ കൊച്ചിനെ കണ്ടിട്ട് വരാം. ആരാണോ എന്തോ ഇത്രയും പൊക്കത്തിൽ മതിൽ കെട്ടി വെച്ചത്? എൻ്റെ നടുവും പോയി പുല്ല്. എൻ്റെ അമ്മേ, തുറന്നുവിട്ട കാര്യം ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അയ്യോ സോറി, ഞാൻ അത് പറയാൻ മറന്നു. നീ അതൊക്കെ വീട്, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ. ഇവ എന്താ വരാത്ത? പുല്ല് കൊതു കുത്തി ചാവുന്ന തോന്നുന്നു. പണ്ടാരം, എന്തായാലും പോയി നോക്കാം, അവൻ ചത്തോന്നറിയണമല്ലോ. നീ എന്താ ഇവിടെ? അത് ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഇതിന് നിന്നോട് പറയണം? നിന്നെ കണ്ടാലേ അറിയാം നീ വായാണെന്ന്. ചേച്ചിയോട് ഞാൻ അപ്പഴേ പറഞ്ഞതാ നിന്റെ വേണ്ടാന്ന്. ആകെ 4 അടി 5 ഇഞ്ചേ ഉള്ളൂ, എന്നിട്ട് മുടുപ്പിൻ്റെ വായിൽ നിന്ന് വരുന്നത്. എടാ, താൻ എൻ്റെ വീട്ടിൽ നിന്നോണ്ടാ സംസാരിക്കുന്നത്. എന്നെ വെറുതെ വിട്ടേക്ക് മോളെ. മോളോ? ആരുടെ മോൾ? താൻ എൻ്റെ ഡാഡിയാണോ? ഡാഡിയുടെ പ്രായം ഇല്ലെങ്കിലും ഒരു ഷുഗർ ഡാഡി ആവാൻ പറ്റും. കാണണം. എനിക്ക് അന്നേ അറിയായിരുന്നു താൻ ഒരു കോഴിയാണെന്ന്. ഡോ, മാറിക്കടോ, ഞാനിപ്പം തന്നെ എൻ്റെ ചേച്ചിയോട് പറയാൻ പോവാ. ചേച്ചി വാതിലുറക്ക്. ചേച്ചി വാതിലുറക്ക്. ചേച്ചി. ഋഷി, നീ എന്താടാ ഇവിടെ? അപ്പോ ഞാൻ ഇത്രയും നേരം ഋത്തിക്കിനോടല്ലേ സംസാരിച്ചത്? അപ്പൊ ഇവ ആരാ? അയ്യോ ചേച്ചി, പ്രേതം. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? അതാണോ ഇപ്പത്തെ വിഷയം? അവൾ ബോധം കെട്ട് കിടക്കുന്നത് കണ്ടില്ലേ? ആരെങ്കിലും വെള്ളം എടുത്തിട്ടോ? എന്താടാ നിനക്കൊരു ഇളക്കം? ചേച്ചി, ഇതല്ലേ വെള്ളം? അല്ലടാ, നിന്റെ നാട്ടിൽ വേറെ രീതിയിലാണല്ലോ വെള്ളം ഇരിക്കുന്നത്. രാത്രി നമുക്ക് ഇതല്ലല്ലോ ശീലം. ഏത് മറ്റത്? നിങ്ങൾ അവിടെ എന്ത് പറഞ്ഞോണ്ടിരിക്കുക? വെള്ളം കൂടെ അങ്ങോട്ട്. ഇനിയും നീ ബോധം കെട്ട് വീഴാനാണ് ഭാവമെങ്കിൽ ഞാൻ കുപ്പിയെടുത്തടിക്കും. ഇത്രയും വലിയ ട്വിസ്റ്റ് ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ചേച്ചിക്ക് എന്നോട് നേരത്തെ ഒരു വാക്ക് പറയായിരുന്നു, ഞാൻ എപ്പോഴേ വളച്ച് കയ്യിലാക്കിയെന്നെ. ഇനിയും സമയമുണ്ട്. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ഫോഗാണ് നടക്കുന്നത്, കണ്ടില്ലേ? ചേച്ചി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തിരിച്ചെടുത്തു. എന്ത് തിരിച്ചെടുത്തതിന്റെ കാര്യമോ നീ പറയുന്ന? അതേതാ ആ ഒരു ടോൺ? തന്തയാടാ. ആരാടാ ഞങ്ങളുടെ തന്തയ്ക്ക് വിളിക്കുന്നത്? എടാ, അതെന്റെ തന്തയാടാ.
ഇങ്ങനെയായിരുന്നു മക്കളെ നിങ്ങളുടെ തള്ളന്മാർ ഞങ്ങളുടെ തലയിലായത്. വല്ലിച്ച എന്റെ അച്ഛന്റെ കഥ പറ. നിന്റെ അച്ഛൻ്റെ അതൊന്നൊന്നര കഥ തന്നെയാണ്. ഹലോ, എൻ്റെ പേര് അപ്പു. നിങ്ങളും അങ്ങനെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. നിങ്ങൾക്കും അങ്ങനെ വിളിക്കാം. ഇതെൻ്റെ ഫസ്റ്റ് എഫപ്പാണ്. സോ അതിൻ്റേതായുള്ള മിസ്റ്റേക്കുകളൊക്കെ ഒരുപാടുണ്ട്. എഡിറ്റിങ്ങിലായാലും ഡബ്ബിങ്ങിലായാലും. ഈ പ്രാവശ്യത്തേക്ക് നിങ്ങളെന്നോട് ക്ഷമിക്കണം. ഇനി വരുന്ന എപ്പിസോഡുകളിലെല്ലാം ഞാൻ മാറ്റാൻ ശ്രമിക്കാമെന്നല്ല, ഞാൻ മാറ്റും. പിന്നെ ഇത് ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, ഫ്രണ്ട്സും ഉണ്ട് കൂടെ. ഞാൻ സ്റ്റോറി റൈറ്റ് ചെയ്യുന്നു, ഡബ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എഡിറ്റിങ്ങിലാണെങ്കിൽ എനിക്കെൻ്റെ ABCD പോലും അറിയത്തില്ല. എൻ്റെ ഫ്രണ്ടാണ് ചെയ്യുന്നത്. അവളുടെ പേര് അമ്മൂന്ന. ഞാൻ ഈ ചാനൽ ചെയ്യണം, എനിക്ക് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹിച്ച ടൈമിൽ എൻ്റെ കൂടെ നിന്ന് അവളാണ്. സോ അവരും ഞാനും കൂടെയാണ് ഇത് ചെയ്യുന്നത്. അമ്മുവൊക്കെ അടുത്ത എപ്പിസോഡിൽ വരും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് FF ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ഇടണം. നിങ്ങളുടെ കമൻ്റ് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ നല്ല നല്ല കമൻ്റൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മോശമാണെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം. നിങ്ങൾ എൻ്റെ മിസ്റ്റേക്കുകളൊക്കെ പറഞ്ഞാൽ മാത്രമേ എനിക്ക് മാറ്റാനും പറ്റത്തുള്ളൂ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ തന്നെ ഉണ്ടാവണം. ലവ് യു. അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ.